Hey guys, welcome back to my YouTube channel. You just ignore my hair and look. കുറേ നാളായി ഒരു ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഇല്ല. വെറുതെ ഇങ്ങനെ എടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ. ഇന്നും മെയ് 31 ആണ്. ഇപ്പോൾ ഒരു നൈറ്റ് ഒരു 11:45 ആയി കാണും. അപ്പോൾ നാളെ ജൂൺ 1 ആണ്. അപ്പോൾ ജൂൺ 1 നമ്മൾ വയനാട് പോവുകയാണ്. നാളെ നമ്മൾ രാവിലെ പോകും. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ശരപ്പണയിൽ നിന്നുള്ള തീർത്തിയായിരിക്കും. പിന്നെ ഞാനില്ലേ വ്ളോഗിൻ്റെ കാര്യമേ മറന്നു പോകാം. ഇന്ന് നൈറ്റേ എടുത്തു വെക്കാം. അപ്പം നമ്മൾ നാളെ രാവിലെ ഫോൺ നോക്കുമ്പോൾ നമ്മൾ ഈ നൈറ്റ് ഒരു വ്ളോഗ് തുടങ്ങി വെച്ച കാര്യം മനസ്സിലായോ? വയനാട് ഫാമിലീസിൻ്റെ കൂടെയാണ് പോകുന്നത്. വീഡിയോസ് ഞാൻ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമല്ലോ, അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടൊരു വ്ളോഗാക്കി എടുക്കാം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇനി അപ്പോഴത്തെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നതുള്ളൂ. ഷോ ഞാൻ ഡ്രസ്സൊന്നും പാക്ക് ചെയ്തിട്ടില്ല. ഗൈസ്, എൻ്റെ ഫേസിൽ കുറേ പിമ്പിൾസ് വരുന്നുണ്ട്, ചെറുത്. ഐ ഡോണ്ട് നോ. ഞാൻ കുറേ നാളായിട്ട് സ്കിൻ കെയർ ഒക്കെ സ്കിപ്പ് ചെയ്തതിൻ്റെ കാരണം എന്താ, എൻ്റെ പ്രൊഡക്ട്സൊക്കെ തീർന്നു. അപ്പോൾ ഇതെനിക്ക് വാങ്ങാൻ പൈസ ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. ഇനി എനിക്ക് ജസ്റ്റ് എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, അയൺ ചെയ്യാനുണ്ട്, എടുത്ത് വെക്കാനുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കിടന്ന് ഉറങ്ങാം. പിന്നെ നാളെ രാവിലെ എഴുന്നേക്കാം. നാളെ രാവിലെ ഞാൻ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ നാളെയൊക്കെ എഴുന്നേറ്റിട്ട് റീൽസ് കണ്ട് ചുമ്മാ കിടക്കുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ സൂട്ടപ്പനെ നമ്മൾ കയ്യിലെടുക്കും. നമ്മളെ സൂട്ടപ്പനെ നോക്ക്. രാവിലെ തന്നെ ഫോണൊക്കെ താഴെ വേണോ, നമുക്ക് ബ്രഷ് ചെയ്യാം. ബ്രഷും എൻ്റെ ഔട്ട്ഫിറ്റും ഒക്കെ സെയിമാണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഫേസ് സ്കാനയുടെ ഈ ഒരു ലൈറ്റ് ഫൗണ്ടേഷനും ഈ ഒരു സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹേ ഗൈസ്, അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടു. നമുക്ക് കണ്ണെഴുതാം. ഞാൻ മറ്റേ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് മാറ്റി. അതെനിക്ക് ഇപ്പോൾ ഇട്ടിട്ട് ഭയങ്കര ചൂടെടുക്കുന്നു. സോ എങ്ങനെയുണ്ട് ഗൈസ്? I just done my makeup. Okay, just ignore my background. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയാവാറായിട്ടുണ്ട്. എൻ്റെ മമ്മീനെ കാണിച്ചു തരാം. വേണ്ട, മമ്മി ഓടി. മമ്മി റെഡി ആവാതെ മമ്മീനെ കാണിക്കരുതെന്നാണ് പറഞ്ഞത്. സോ ഞാൻ കാണിക്കുന്നില്ല. ഹായ്, ഹലോ സുട്ടപ്പ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമേ മറന്നുപോയി. അപ്പോൾ നമുക്കിനി ബസ്സിൽ പോകണം. മമ്മി ഗേറ്റൊക്കെ പൂട്ടിയിട്ട് ഇപ്പോൾ വരും. മമ്മി ഗൈസ്, ഈ വഴി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളിവിടുത്തെ ഗേറ്റാണ് ഗൈസ്. സെൽഫി അല്ല മമ്മി, വ്ളോഗ്. ഓണാക്കിയാ? ഗൈസ്, ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇതാണ് കോട്ടയത്തുപാറ ജംഗ്ഷൻ. ഇവിടുന്ന് അങ്ങോട്ട് ആ വഴി നേരെ പോകുമ്പോൾ ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് പോണ റൂട്ടാണ്. ഗൈസ്, ബസ് വരുന്നുണ്ട്. ഗൈസ്, മമ്മി എന്നെ വഴക്ക് പറഞ്ഞു വ്ളോഗ് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വെയിലത്ത് വൈറ്റില ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ആലപ്പുഴ അമ്മയുടെ ഫാമിലിയിൽ നിന്നാണ് പോകുന്നത്. അവർ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ എവിടേക്കോ നിൽപ്പുണ്ടെന്നാണ് പറയണത്. നമ്മൾ അവരെ നോക്കുവാണ്.
വെയിലിന്റെ കൈയൊക്കെ പൊള്ളുന്നു. എന്റെ മമ്മി നടക്കുന്നു. ആ കിടക്കുന്ന ട്രാവലറാണ് നമ്മുടെ വണ്ടി. അയ്യോ, എനിക്കിനി വീഡിയോ എടുക്കാൻ ചമ്മലാണ്, പക്ഷെ ഞാൻ എടുക്കും. ഹലോ ഗൈസ്, വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഹായ്. എനിക്കിതാ സാമ്പാർ. ഫുഡ് എത്തി ഗൈസ്. ചിരിച്ച എന്തൊരു കുരിച്ചിട്ട് വ്ലോഗ്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞങ്ങൾ രണ്ടുപേരും തൊപ്പി കാണിച്ചെടുത്തേ. അമ്മ എന്തെന്റെ പുറകെ നടക്കണം. നമ്മളിവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ദിസ് ഈസ് മൈ മമ്മൂമ്മ. വെള്ളം തീർത്ത തണുത്തോളം ഇവിടെയാണ് ഫുഡ്. അവിടെ ഇത്രേ ഉള്ളൂ. അവിടെയാണ് ഫുഡ്. എല്ലാരും നിന്നാണ് കഴിക്കുന്നത്. ദിസ് ഈസ് മൈ സീറ്റ്. ഇതില് ഞാൻ കുറച്ച് മറക്കി ഇടും. എനിക്കിവിടെ കിടന്നുറങ്ങണം. എന്റെ സീറ്റിലെ സീറ്റ്മേറ്റ്സ് ആണ് ഇവര്. ഇൻട്രൊഡ്യൂസ് പേരെന്താ? പേരെന്താ പറ. നിന്റെ പേരെന്താ? ശ്രീയുടെ പേരെന്താ? പറയടാ. ശ്രീഹരി. ഞാൻ എൻ്റെ വ്ളോഗിൻ്റെ കാര്യം മറന്നു ഗൈസ്. ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. ചായ കുടിക്കാനുള്ള സമയം. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഞാൻ ലൈറ്റ് കഴിക്കുന്നു. ശ്രീ ഇത് ഏതാ സ്ഥലം? താമരശ്ശേരി. ചുരം. ചുരം കയറിയില്ല. ചുരമാണെന്ന് ഇവൾ പറയുന്നു. ഈ അപ്പൂസിലാണ് ഞങ്ങൾ വന്നത്. നമ്മൾ മല കണ്ടല്ലോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വയനാട് എത്തിയിരിക്കുകയാണല്ലോ. നമ്മൾ രാത്രിയാണ് അമ്പലത്തിലെത്തിയത്. ഒരു അമ്പലം ഗൈസ്, ഇവിടെ മഴയാണ്. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൽ കയറാൻ വന്നതാണ്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ അമ്പലം ക്ലോസ്ഡാക്കി. നമ്മൾ തിരികെ പോവാണ്. ഇപ്പൊ ഏകദേശം രാത്രിയായിട്ട് നമ്മളെ റൂമിൽ പോവാം. ഈ ടോർച്ച് അടിച്ചു പോണത് എന്റെ മാമൻ. മാൻകൂട്ടം ഗൈസ്. എല്ലാരും എഴുന്നേപ്പിച്ച് ഈ ശ്രീയ പറഞ്ഞ മൂത്തമാനെന്ന്. അതിന്റെ അച്ഛനും അമ്മ എന്തിയാ
അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. എനിക്ക് തണുത്തിട്ട് വയ്യ, തണുത്തിട്ട് വയ്യ. നമുക്ക് റൂം എടുക്കണം. ഹായ് ഗൈസ്, ഹായ് കുട്ടികളെ. എന്താടാ പറഞ്ഞ ഋതുവിനെ നോക്ക്, ഇത് കൊള്ളാല് തിളക്കമുള്ള സെറ്ററൊക്കെ ആണല്ലോ. ഇതെനിക്ക് തരുമോ ഋതു? ഇത് നല്ല ചൂടാ ഡൽഹിയിലെ. ഋതു നോക്ക്, നമ്മളങ്ങനെ റൂമിലെത്തി. ഇതല്ലല്ലോ റൂം. എന്തുവാണ് ഹോട്ടല് കാണിച്ചു അവരെ കാണിക്കും. നീ എടുത്തോ, ഞാൻ ഫോൺ വിളിക്കാം. നമ്മളങ്ങനെ റൂമിലെത്തി. ഹായ് നന്ദുട്ടി. ഇവിടെ ഒരു നമുക്ക് നമ്മുടെ റൂം നോക്കാം. Oh my God. അയ്യോ ഞാനെല്ലാം തീരം. ഇതെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ കിടന്നു. ബൈ ബൈ, ടാറ്റ പറ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോവുകയാണ് ഗൈസ്. വെള്ളം കാണാൻ പോവാ. അപ്പൊ കുളിച്ചപ്പോ തണുപ്പില്ലല്ലേ? അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, കണ്ടു. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന്, നമ്മൾ ആ താഴത്തെ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ അട്ടയുണ്ട്. എവിടെ? അതാണ് അട്ട. അതെ അതെ അതെ. നമ്മളങ്ങനെ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇവിടെ എത്തി ഗൈസ്. പക്ഷെ നോക്കി നടന്നില്ലെങ്കിൽ കാലിൽ അട്ട വീഴും. ഇതാണ് തിരുനെൽവേലി അമ്പലം. ഈ അമ്പലത്തിന്റെ ഐശ്വര്യം ഒന്നും എനിക്കറിയില്ല. വാവ്, ലുക്ക്. ദുർഘടമായ വഴിയാണ്.
വെള്ളച്ചാട്ടം ചെറുത് നമുക്ക് അതുവഴി ഇറങ്ങാൻ പറ്റും. അവിടെ അടിച്ചു ഗൈസ്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിനി ശിവക്ഷേത്രത്തിൽ പോവുകയാണ്. അവിടത്തെ തന്നെ പെറുക്കി വെക്കാനും ഇവിടെ എല്ലാവരും കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. പൂ കിട്ടും. വീഡിയോ എടുക്കട്ടോ. അവിടെ വെച്ച തൊഴാനായിട്ട് അവിടെ ദിസ് ഈസ് പഞ്ചതീർത്ഥം. ഗൈസ് അങ്ങനെ നമ്മൾ ടോക്കണൊക്കെ എടുത്തു. ഫുഡ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് അമ്പലത്തിൽ നിന്ന്. ആ സക്സസ്ഫുള്ളി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ വെളിയിടാനാണ്. എനിക്കല്ല, ഈ മമ്മിക്കൊക്കെ. നമ്മളിവിടുന്ന് ആ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. പായസം വാങ്ങിച്ചാ? This is the view from the hotel and the temple. Temple is so beautiful. നോക്കൂ. മഴ കിട്ടി പെട്ടെന്ന്. ഇത്ര നേരം ഇവിടെ വെയിലായിരുന്നു. നമ്മളങ്ങനെ തിരിച്ച് റൂമിലോട്ട് പോകും. റൂമല്ല, ഡോമെട്രിയിലോട്ട് പോവുകയാണ്. അയ്യോ, ചെക്ക് ഔട്ട്. ഞാനിടും. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഭയങ്കര ടയേർഡായി, ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഹായ്. സെലിബ്രിറ്റി ട്രീറ്റ്മെന്റ്. ഇന്ന് കൊട കൊടുത്തപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടാ വന്നെ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് ഗൈസ്. വിദേശാന്റെ ചെലവാണ് ഗൈസ്. വെയിറ്റിംഗ് ഫോർ നോൺ വെജ് കഴിക്കത്തില്ലേ? അല്ല, കഴിക്കാറില്ലേ നോൺ വെജ്?
ഗൈസ് നമ്മളങ്ങനെ തിരികെ പോവുകയാണ്. ഫുൾ കോടമല്ല. ഇത് കുരങ്ങൻ കുരങ്ങൻ. ഹായ്. ഒന്ന് പോടാ. ഒരു വലിയ കുരങ്ങൻ ഒരു കുഞ്ഞിത്തല കുഞ്ഞിന് കൊടുത്തില്ലേ? കുഞ്ഞിന് കിട്ടുമല്ലോ. വാജിറ്റേ ഇവിടെ ഫാമിലി തന്നെ ഉണ്ട്. അയ്യോ ആ കൊച്ചു കുഞ്ഞിനെ നോക്ക്. ഗൈസ് കോരങ്ങനെ ഊഞ്ഞാൽ അടങ്ങാതെ വീഡിയോ എടുക്കാനാണ് ഞാൻ ഓടുന്നത്. ഞാൻ ആട്ടി കൊടുക്കട്ടെ. ഹായ് കുരങ്ങ. അടിക്കോ ഈ ഫ്രെയിം ഉണ്ടോ? അന്തേ Guys, look at the view. My mummy. ഞാനിപ്പോ തന്നെ അയക്കാം. നമ്മൾ പോകാൻ പോവുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുക. നമ്മളങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ വീട്ടിലോട്ട്. അമ്മൂമ്മ സെഡാ മുരിങ്ങ വേണം. വണ്ടിയിൽ കയറാണ്ട് വഴി തെറ്റിപ്പോയ ആനന്ദ്. നിങ്ങൾ ബബിൾസ് ഇടുന്നല്ല, എന്നെ ഇറിറ്റേറ്റ് ചെയ്യണതാ ദീസ് കുട്ടികൾ. അങ്ങനെ രാത്രി 2 മണിയായപ്പോൾ വീടെത്തി ഗൈസ്.